Good morning. Today we can discuss total productive maintenance. അതായത് ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ ഒപ്റ്റിമൈസിങ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ് ത്രൂ സിസ്റ്റമാറ്റിക് എക്യുപ്മെൻറ്റ് മെയിൻ്റെനൻസ് ഇൻവോൾവിങ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ്. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊഡക്ഷനാണ്. അതായത് എക്യുപ്മെൻറ്റ്സ് ഒക്കെ എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ. അതായത് ബൈ ഇൻവോൾവിങ് ഓൾ ദി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഓൾ ലെവൽസ് ഓഫ് എംപ്ലോയീസ്. So it is a maintenance program which involves a newly defined concept for maintaining plant and equipment. അതായത് TPM പ്രോഗ്രാമിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ വൈൽ അറ്റ് ദ സെയിം ടൈം ഇൻക്രീസിങ് എംപ്ലോയി മൊറൈൽ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ജാപ്പാനീസ് അപ്രോച്ച് ഫോർ ക്രിയേറ്റിംഗ് കമ്പനി കൾച്ചർ ഫോർ മാക്സിമം എഫിഷ്യൻസി, സ്ട്രൈവിങ് ടു പ്രിവെൻറ്റ് ലോസസ് വിത്ത് മിനിമം കോസ്റ്റ്. അതായത് മെഷീൻസൊക്കെ കുറേ കാലം ബ്രേക്ക് ഡൗൺ ആയി കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോസ് ഉണ്ടാവും പ്രൊഡക്ഷൻ ഇല്ലാതെ. അപ്പം ഇവിടെ എൻഷുർ ചെയ്യുന്നത് എന്താ വെച്ചാൽ സീറോ ബ്രേക്ക് ഡൗൺസ് ആൻഡ് ഫെയിലിയേഴ്സ്, സീറോ ആക്സിഡൻറ്റ് ആൻഡ് സീറോ ഡിഫെക്ട്സ്. ഓക്കെ, സോ ദ എസെൻസ് ഓഫ് ടീം വർക്ക്, അതാണ് വേറൊരിത്. എസെൻസ് ഓഫ് ടീം വർക്ക് ഫോക്കസ്ഡ് ഓൺ condition and performance of facilities to achieve zero loss for improvement and involvement of all people from top management to operative level. Okay, so under TPM everyone is involved in keeping the equipment in good working condition in order to minimize production losses from equipment repairs, setup, etc. So everyone from the operator to the top management owns equipment maintenance. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് ദാറ്റ് പ്രൊഡക്ഷൻ ഓഫ് TPM വുഡ് മേക്ക് ദ കമ്പനി അച്ചീവ് എ ലെവൽ ഓഫ് സീറോ ഡിഫെക്ട്സ്, സീറോ ഡെലിവറി മിസ്റ്റേക്സ്, സീറോ ആക്സിഡൻറ്റ്സ് ആൻഡ് സീറോ ബ്രേക്ക് ഡൗൺസ്, എവറിത്തിങ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു മേക്ക് ദ കമ്പനി കോമ്പറ്റീറ്റീവ്. So next we can see what are the objectives of TPM. TPM എന്തൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇസ് എയിം അറ്റ് ദ ക്രിയേഷൻ ഓഫ് കളക്റ്റീവ് കൾച്ചർ റിലേറ്റിംഗ് ടു ദി അറ്റൈൻമെൻറ്റ് ഓഫ് മാക്സിമം എഫിഷ്യൻസി ത്രൂ ഔട്ട് ദി പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതായത് കളക്റ്റീവ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. ദെൻ സെക്കൻഡ് വൺ ഇസ് യൂസ് ദ സിസ്റ്റം so as to prevent losses and reach zero accident, zero defect and zero breakdowns in the manufacturing പ്രോസസ്സ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അച്ചീവ് എന്താ പറയുക, സീറോ ഡിഫെക്റ്റ്, സീറോ ബ്രേക്ക് ഡൗൺ ആൻഡ് സീറോ ആക്സിഡൻറ്റ്സ് ഇൻ ഓൾ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദെൻ തേർഡ് വൺ, ഇൻവോൾവ് ദ എൻറ്റയർ വർക്ക് ഫോഴ്സ് ഫ്രം ബോട്ടം ടു ടോപ്പ്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് ഇൻവോൾവ് പീപ്പിൾ ഇൻ ഓൾ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. Then last one, obtain zero losses by integrating the activities of teams with a production system. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു സീറോ ലോസസ് ഉണ്ടാക്കുന്ന രീതിയിൽ എത്തിക്കണം ബൈ ഇൻറ്റഗ്രേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ടീംസ് വിത്ത് എ പ്രൊഡക്ഷൻ സിസ്റ്റം. ഓക്കെ, സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് TPM. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വേസ്റ്റ് എലിമിനേറ്റഡ് ഇൻ TPM എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. TPM എലിമിനേറ്റ് 6 ബിഗ് ലോസസ്. ഏതൊക്കെ നഷ്ടങ്ങളാണ് നികത്തുന്നത്? ഒരു TPM പ്രോഗ്രാമുള്ള കമ്പനി ആണെങ്കിൽ അവിടെ ഈ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ബ്രേക്ക് ഡൗൺ ലീഡിങ് ടു ലോങ് ആൻഡ് എക്സ്പെൻസീവ് റിപ്പയർസ്, ദെൻ എക്സസീവ് ഡിലേസ് ഇൻ എഫക്റ്റിംഗ് സെറ്റപ്സ് ആൻഡ് ചേഞ്ച് ഓവേഴ്സ്, then idling and minor stoppages which are hard to quantify and add up to big losses, then slow speed leading to gradual deterioration of equipment cycle times, then defects and rework leading to quality losses which in turn create unhappy customers, then startup losses, taking a longer time to get a steady state after a change. അതായത് ചില സമയത്ത് ഇങ്ങനെ എന്താ പറയുക, സ്റ്റഡി ആവാതെ കുറേ ടൈം എടുക്കും എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ വരുന്ന സ്റ്റാർട്ടപ്പ് ലോസസ് ഒക്കെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള എല്ലാ വേസ്റ്റേജസും ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്ന പറയുന്നത് ഇഫ് യു ആർ ഇംപ്ലിമെൻറ്റിംഗ് ദ TPM പ്രോഗ്രാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് എക്യുപ്മെൻറ്റ് മെയിൻ്റെനൻസ് ടെക്നിക്സ്. അപ്പം ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത് എക്യുപ്മെൻറ്റ് മെയിൻ്റെനൻസിന്, അതായത് പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസിനാണ്. അപ്പോൾ എന്തൊക്കെ ടെക്നിക്സാണ് എക്യുപ്മെൻറ്റ് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ TPM യൂസസ്
ഫോർ ഏതൊക്കെയാണ് four equipment techniques. They are maintenance, prevention, then corrective maintenance, preventive maintenance, and breakdown maintenance. So these are the four techniques used in equipment maintenance. ഒക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ടി പി എം നമുക്ക് നോക്കാം. ഈ ടി പി എം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു പ്രോഗ്രാം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഓർഗനൈസേഷൻ ഉണ്ടാവുക? ഇൻക്രീസ്ഡ് എക്യുപ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റി, റിഡ്യൂസ്ഡ് എക്യുപ്മെൻറ്റ് ഡൗൺ ടൈം, increased plant capacity, lower maintenance and production cost, approaching zero equipment, then improved return on investment, rectified customer complaints, reduced accidents, ensuring pollution control measures, then better understanding of the performance of equipment, that a better understanding of critical equipment and worth of deploying improvement effort of potential benefits. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഏതൊക്കെ ക്രിട്ടിക്കൽ എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, അത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ്, അതായത് വർത്ത് ഓഫ് ഡിപ്ലോയിങ് ഇംപ്രൂവ്മെൻറ്റ് എഫേർട്ട് ഫോർ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ്, ദെൻ ഇംപ്രൂവ് ടീം വർക്ക് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ്, ദെൻ ഇംപ്രൂവ് പ്രൊസീജിയർ ഫോർ ചേഞ്ച് ഓവേഴ്സ് and set up through better training given to workforce, general increased involvement to the workforce. So these are the benefits of TPM. So next we can see what is ISO. ISO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇത് ഒരു ന്യൂ ട്രെൻഡാണ്. അതായത് ന്യൂ ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അപ്പം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി composed of representatives from various national standard organization. അതായത് ഇന്ത്യയിലുള്ള ഈ നാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ് BIS എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തും ഇതേപോലുള്ള നാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഉണ്ടാവും. ഈ ഓർഗനൈസേഷൻ്റെ എല്ലാം ഒരു എന്താ പറയുക, ഈ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും ഈ ISOയിൽ. അപ്പോൾ ISO എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ഓൺ 23rd Feb 1947 and is headquartered in Geneva, Switzerland. And as of 2003, it works in 164 countries and there are many certification of ISO, but we will discuss ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പോൾ എന്താണ് ISO എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഈ ISO 9001 to 14001 വരെ ഉണ്ട്. അപ്പോൾ ഈ ISO 9001 and ISO 14001 are among ISO's most well known standards ever. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ISO മാർക്ക് എന്ന് പറഞ്ഞിങ്ങാണ്ട് കാണുന്നത്. They are implemented by more than 1 million organizations in some 175 countries, and ISO 9001 helps organizations to implement quality management and 14001 helps organizations to implement environmental management. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ISO, അതേമാതിരി സ്ട്രക്ചർ ഓഫ് ISO. ഓക്കെ, അപ്പോൾ 9000 ആദ്യം നോക്കാം. നമുക്ക് ടെക്സ്റ്റിൽ അതാണ് വരുന്നത് 9000 ഒബ്ജക്റ്റ്. അപ്പോൾ ISO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞത്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ ISO 9000 ഇസ് ദ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി സിസ്റ്റം. അത് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ് സ്പെസിഫൈഡ് ബൈ ISO. ISO എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് നാഷണൽ ലെവൽ സ്റ്റാൻഡർഡൈസേഷൻ ബോഡീസ് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എത്ര കൺട്രീസ് ആണെന്നുള്ളതൊക്കെ നോക്കി വെക്കണം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ISO പറയുന്ന സമയത്ത് ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. ദെൻ ഫെസിലിറ്റേറ്റ് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ISO മാർക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസിലി വി ക്യാൻ എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ ഡെവലപ്പ് cooperation in the area of intellectual, scientific, technological and economic activities. Okay, so next we can see the structure of ISO 9000. ISO 9000 series currently consists of ഏതൊക്കെയാണ് പബ്ലിഷ്ഡ് ആൻഡ് പ്ലാൻ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ISO 9001 ക്വാളിറ്റി സിസ്റ്റമാണ്. അതായത് ഇറ്റ് ഈസ് എ മോഡൽ ഫോർ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഡിസൈൻ ഓർ ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ഷൻ, ഇൻസ്റ്റലേഷൻ ആൻഡ് സർവീസിങ്. 9002 എന്ന് പറയുന്നത് മോഡൽ ഫോർ ക്വാളിറ്റി അഷ്വറൻസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ. ദെൻ 9003 മോഡൽ ഫോർ ക്വാളിറ്റി അഷ്വറൻസ് ഇൻ ഫൈനൽ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റ്.
ഓരോ നമ്പറാണ് ഉണ്ടാവുക, ഓരോന്ന് ഇന്ന ഈ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് ഓരോ സ്റ്റേജിൽ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ISO 9001 ഉണ്ട്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി സിസ്റ്റം എലമെൻറ്റ്സ് ഗൈഡ് ലൈൻസ് ആണ് അതിൽ പറയുന്നത്. 9004-2 പറയുന്നത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റി സിസ്റ്റം എലമെൻറ്റ്സ്, അത് ഗൈഡ് ലൈൻസ് ഫോർ സർവീസസ് ആണ്. ദെൻ 9004-3 പറയുന്നത് ഗൈഡ് ലൈൻസ് ഫോർ പ്രോസസ്ഡ് മെറ്റീരിയൽസ്, അതായത് ഓരോ പ്രോസസ്സായി വരുന്ന മെറ്റീരിയൽസ് ഉണ്ടാകും, അതിൻ്റെ ഇതാ പറയുന്നത്. ദെൻ 9004-4 പറയുന്നത് ഗൈഡ് ലൈൻസ് ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ദെൻ 9004-5 പറയുന്നത് ഗൈഡ് ലൈൻസ് ഫോർ ക്വാളിറ്റി പ്ലാൻസ്. ദെൻ 9004-6 പറയുന്നത് ഗൈഡ് ടു ക്വാളിറ്റി അഷ്വറൻസ് ഫോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ 9004-7 പറയുന്നത് ഗൈഡ് ലൈൻസ് ഫോർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. ഇത് ഓരോ ISO ഏതാണെന്നുള്ളത് മാത്രം നോക്കി വെച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോവണ്ട. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് ISO സ്റ്റാൻഡേർഡ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ക്വാളിറ്റി മാനുവൽ. സോ ദിസ് ഈസ് ദ ബേസിക് ഫൗണ്ടേഷൻ ഫോർ എ ക്വാളിറ്റി സിസ്റ്റം ഓർഗനൈസേഷൻ. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് എൻവിസേജസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ മെയിൻറ്റെയിനിങ് ക്വാളിറ്റി ആൻഡ് എക്സ്പ്ലെയിൻസ് ദ മാനർ ഇൻ വിച്ച് ക്വാളിറ്റി ഈസ് ടു ബി അച്ചീവ്ഡ്. അതാണ് ഈ ക്വാളിറ്റി മാനുവലിൽ പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ക്വാളിറ്റി പ്രൊസീജിയർ, അതായത് ഇറ്റ് ഇൻസ്ട്രക്ട്സ് ദ വർക്ക് ഫോഴ്സ് ഹൗ ദ ക്വാളിറ്റി സിസ്റ്റം ഇസ് ടു ബി അച്ചീവ്ഡ്, അതായത് കൺട്രോൾ പ്രോസസ് ഫോർ ചെക്കിംഗ് ദ ക്വാളിറ്റി ചെയ്യാനുള്ള ഒരു കൺട്രോൾ പ്രോസസ്സ്. അതായത് ആദ്യം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുന്നു, ആക്ച്വലായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വേരിയേഷൻസ്, ക്വാളിറ്റിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക. അതാണ് ഈ ക്വാളിറ്റി പ്രൊസീജിയർ പറയുന്നത്. അപ്പോൾ ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇൻ ഡീറ്റെയിൽ വെൻ, വെയർ, ഹൗ ആൻഡ് ബൈ ഹൂം എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഇസ് ടു ബി ഡൺ. Then another element of quality is work instruction. Work instruction എന്ന് പറഞ്ഞാൽ it relates to each type of activity and describes how to operate a piece of test equipment by the employee. So the difference between quality procedure and work instruction. Quality procedure പറയുന്നത് എന്താണ്? Who does what? ഓരോന്നും എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു എന്താ പറയുക പ്രൊസീജിയറാണ് പറയുന്നത്. അതായത് ഡിസ്ക്രൈബ്സ് ഇൻ ഡീറ്റെയിൽ വെൻ, വെയർ, ഹൗ ആൻഡ് ബൈ ഹൂം എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഈസ് ടു ബി ഡൺ. നേരെ മറിച്ച് വർക്ക് ഇൻസ്ട്രക്ഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ വാട്ട് ഹാസ് ടു ബി ഡൺ ആൻഡ് വാട്ട് സ്റ്റാൻഡേർഡ് ഓഫ് വർക്ക്മാൻഷിപ്പ് ഇസ് റിക്വയർഡ് ടു പെർഫോം എ പെർട്ടിക്കുലർ വർക്ക്. And another one is quality records ആണ്. It is a document to evidence that product or service provided has been developed as per ISO guidelines. ISO guidelines പ്രകാരമാണ് ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ക്വാളിറ്റി റെക്കോർഡ്സ് എന്ന് പറയാം. അതിൽ ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് റിപ്പോർട്ട്സ് ആർ യൂസ്ഡ് ടു റെക്കോർഡ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് പ്രൊഡക്ഷൻ, ഓഡിറ്റിംഗ്, കാലിബ്രേഷൻ, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് like. Okay, so all recording should be approved by an authorized person. So these are the elements of ISO standard. ഈ 4 ഓർത്തിരിക്കുക. Then next we can see what is the procedure for registration of ISO 9000 series and certification. എങ്ങനെയാണ് ഈ 9000 സീരീസിന് അപ്ലൈ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്നുള്ള ആ പ്രൊസീജിയറാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താണ്? ദ സപ്ലയർ മസ്റ്റ് ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് ദാറ്റ് ആർ അപ്രോപ്രിയേറ്റ് ടു ദിയർ ബിസിനസ് ആൻഡ് ഷൾ പ്രിപ്പയർ എ ഡോക്യുമെൻറ്റഡ് പ്രൊസീജിയർ consistent with the requirements of standard as per the quality manual and declare this so as to avoid misleading assessors and reviewers. ആദ്യം തന്നെ നമ്മളിപ്പം ഒരു ISO മാർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഏത് പ്രോഡക്റ്റിനാണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. ട്രെയിൻ ആൻഡ് എഡ്യൂക്കേറ്റ് സ്റ്റാഫ് ഇൻ വർക്കിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ദ സിസ്റ്റം ആൻഡ് ടെസ്റ്റ് ദ പ്രൊസീജിയേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ്. Take corrective action if any and complete the appropriate documentation. Then arrange for pre-assessment of the system to be carried out by a suitably qualified person. Next one, consult the list of accredited certification bodies and carry out supplier audit of them. അതായത് ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ് ദ സ്കോപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻ ബോഡീസ്, അപ്രൂവൽ പവേഴ്സ് ആൻഡ് ഇറ്റ്സ് ഫ്രീ സ്ട്രക്ചർ. അതായത് ഇന്ത്യ അറ്റ് പ്രസൻറ്റ് ദർ ആർ 2 വെൽ റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻ. അതൊന്നാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, BIS. സെക്കൻഡ് വൺ ഇസ് ഇന്ത്യൻ രജിസ്റ്റർ ക്വാളിറ്റി സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം, ഏതിലാണ് നിങ്ങളെ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ 2 ബോഡിയിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്ലൈ ടു ദ ചൂസൺ ബോഡി. ഇറ്റ് വിൽ സെൻഡ് എൻ ഇൻഫർമേഷൻ പാക്ക്. Upon the completion of necessary forms, the certification body will provide a quotation and details of fees. അപ്പം വെറുതെ കിട്ടില്ല. BIS മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾ യു ഹവ് ടു റിമിറ്റ്
prescribed fee. So after agreeing to a contract, the appropriate documentation, അതായത് ക്വാളിറ്റി മാനുവൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളതുണ്ടല്ലോ, is then sent to the certification body to check compliance against the standards. അപ്പം the body will see the proof whether the quality system has been effective operation for 6 months. അപ്പോൾ അവരതൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് തോന്നുകയാണ് if the documentation covers the standard adequately, the certification body will proceed to the on-site assessment for preliminary review. അപ്പോൾ അവർ നേരിട്ടിട്ട് നിങ്ങളെ ഫാക്ടറിയിൽ വരും ഓൺ-സൈറ്റ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട്. The assessment is carried out by a team of independent assessors appointed by the certification body under the supervision of a registered lead assessor. അപ്പം ഈ അസസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫാക്ടറിയിലുള്ള നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റിയൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അസസിങ് ബോഡി ഉണ്ട്, ഒരു ലീഡ് അസസ്സർ ഉണ്ടാവും, അയാളുടെ സൂപ്പർവിഷനിലാണ് ഇവർ വന്ന് എല്ലാം ചെക്ക് ചെയ്യാം. ഇവിടെ ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡെപ്ത് അപ്രൈസൽ ഓഫ് ഓർഗനൈസേഷൻസ് പ്രൊസീജിയർ ഫോർ കംപ്ലയൻസ് ഓഫ് അപ്രോപ്രിയേറ്റ് പാർട്ട് ഓഫ് ദി സ്റ്റാൻഡേർഡ്. അതായത് ഈ അസസ്സർക്ക് തോന്നുകയാണ് ഇനി ഡീവിയേഷൻ ഫ്രം ദ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ഇനി നോൺ കംപ്ലയൻസ് വിത്ത് എ ഡോക്യുമെൻറ്റഡ് പ്രൊസീജിയേഴ്സ് ഡിസ്ക്രിപ്പൻസി റിപ്പോർട്ട് ഇസ് റേസ്ഡ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ അയാൾക്ക് തൃപ്തിയായിട്ടില്ലെങ്കിൽ അവർ ആ ചോദ്യം ചെയ്യും. ദിസ് റിപ്പോർട്ട് ഷുഡ് ബി ഫുള്ളി കംപ്ലൈഡ് വിത്ത് ബൈ ദി അപ്ലിക്കൻറ്റ്. ഇനി അസസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇഫ് ദ ബോഡി ഈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്, അവർക്കെല്ലാം ഇതാണെങ്കിൽ, അതായത് ആഫ്റ്റർ ദ അസസ്മെൻറ്റ് ബേസ്ഡ് ഓൺ കൺഫേമിറ്റി, ദ അസസ്സർ മേക്ക് റെക്കമെൻഡേഷൻസ് ടു ദ സർട്ടിഫിക്കേഷൻ ബോഡി ഈദർ ഫോർ അൺക്വാളിഫൈഡ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ക്വാളിഫൈഡ് രജിസ്ട്രേഷൻ ഓർ നോൺ രജിസ്ട്രേഷൻ. അപ്പോൾ അവർ തൃപ്തരാണെങ്കിൽ എനി കംപ്ലയൻസ് മസ്റ്റ് ബി റെക്ടിഫൈഡ് ബിഫോർ ദി അപ്രൂവൽ ഇസ് ഗിവൺ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ അപ്രൂവൽ സർട്ടിഫിക്കേഷൻ ബോഡി വിൽ ബി അവാർഡഡ് ആൻഡ് കൺവേഡ് ടു ദി അപ്ലിക്കൻറ്റ് ഓർ കമ്പനി. അപ്പം ഈ എസ് വന്ന് പോയി എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, സർട്ടിഫിക്കേഷൻ ബോഡി ഈ പറഞ്ഞ BISനോ അല്ലെങ്കിൽ IRQSനോ അയച്ചിട്ട് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ വൺസ് രജിസ്റ്റേർഡ്, രജിസ്ട്രേഷൻ യൂഷ്വലി കവേഴ്സ് എ ഫിക്സഡ് പീരീഡ് ഓഫ് 3 years. നമ്മളിപ്പോൾ BIS മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യൂഷ്വലി എത്ര വർഷത്തേക്കാണെന്നാണ് പറയുന്നത്, 3 years, സബ്ജക്റ്റ് ടു ദ റെഗുലർ സർവൈലൻസ് വിസിറ്റ് ബൈ ദി സർട്ടിഫിക്കേഷൻ ബോഡീസ്. അവർ എന്താ പറയുക, വർഷത്തിൽ 2 പ്രാവശ്യം ട്വൈസ് എ ഇയർ അവർ വിസിറ്റ് ചെയ്യും. അതായത് റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക, അതുതന്നെയല്ലേ ചെയ്യുന്നതെന്നുള്ളത്. സോ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 3 years, ക്വാളിറ്റി സിസ്റ്റം റീഅസസ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ആൻഡ് സർട്ടിഫിക്കറ്റ് വിൽ ബി റിന്യൂഡ് സബ്ജക്റ്റ് ടു കൺഫോമിറ്റി ഓഫ് സ്റ്റാൻഡേർഡ്സ്. അപ്പം അറ്റ് പ്രസൻറ്റ് ദർ ആർ അബൌട്ട് 50 സർട്ടിഫയിങ് സെൻറ്റേഴ്സ് ഓൾ ഓവർ ദ കൺട്രി എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണെന്നുള്ളത് അറിയണ്ട. ദീസ് ബോഡീസ് വിൽ മേക്ക് എ റിവ്യൂ, സർവൈലൻസ് അസസ്മെൻറ്റ് ആൻഡ് എ റിവ്യൂ ആൻഡ് അപ്രൂവൽ ഓഫ് ക്വാളിറ്റി സിസ്റ്റം. ഇനി ഇങ്ങനെ ISO സർട്ടിഫിക്കേഷൻ നടത്തിയത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കസ്റ്റമർ ഓറിയൻറ്റേഷനാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. അതായത് സർട്ടിഫിക്കേഷൻ ഇസ് മെയ്ഡ് ബൈ ISO ഓൺലി വെൻ പ്രോഡക്റ്റ് ഓർ സർവീസസ് ആർ അപ് ടു ദി എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. ദെൻ സെക്കൻഡ്, മാർക്കറ്റിംഗ് ഈസിയർ. അതായത് ISO മാർക്കുള്ളതാണെങ്കിൽ പെട്ടെന്ന് എന്താക്കാം, മോഡേൺ കൺസ്യൂമേഴ്സ് ആർ മോസ്റ്റ്ലി അവെയർ ഓഫ് ദി ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ആൻഡ് മാർക്കറ്റബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസസ് ബിക്കംസ് കമ്പാരിറ്റീവ്ലി ഈസിയർ. ദെൻ ഇംപ്രൂവ്ഡ് കമ്പനി ഇമേജ്. അതായത് ഇമേജ് ഓഫ് ദ കമ്പനി ഡ്യൂ ടു ISO 9000 certification is improved for the simple reason that it creates confidence in the minds of consumers about the quality of products or services. And consistency in quality. അതായത് ISO certifications are issued for a period of 3 years. അപ്പോൾ hence in order to get the certification renewed, the organization has to maintain consistency in quality. Then delegation and authority പറയുന്നത് under ISO certification the procedures for work affecting quality are documented. അപ്പോൾ organizational freedom and authority are ensured and at the same time responsibility is fixed. Okay. Then traceability. അതായത് right from material procurement to final delivery of goods to the consumers, the whole process is defined and documented. But during inspection and testing one can easily trace out the point of defect എന്നാണ് പറയും. ദെൻ അതായത് ഇങ്ങനെ ഈ ISO സർട്ടിഫിക്കേഷന് വേണ്ടി തുടക്കം മുതൽ അവസാനം വരെ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യും. അതായത് എലമെൻസിൽ നമ്മൾ പഠിച്ചു ക്വാളിറ്റി റെക്കോർഡ്സിൽ. അപ്പോൾ എവിടെയാണോ ഡിഫക്റ്റ് വരുന്നതെന്നുള്ള ഈ റെക്കോർഡ്സ് പരിശോധിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ഇൻക്രീസ്ഡ് എക്സ്പോർട്സ്. അപ്പോൾ ISO മാർക്കുള്ളത് പെട്ടെന്ന് അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ് ആർ കീൻ ടു ഐഡൻറ്റിഫൈ ISO സർട്ടിഫൈഡ് സപ്ലയേഴ്സ്. സോ ISO സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ മാർക്ക് ഓഫ് ക്വാളിറ്റി റെക്കഗ്നൈസ്ഡ് വേൾഡ് വൈഡ്.
So a purchaser in one corner of the world is capable of identifying a quality of manufacturing in another corner. Then innovations and improvements. അതായത് suppliers of products or services make consistent efforts to keep pace with changing needs of consumers and that of quality, which leads to innovation in technology. നമ്മൾ ഈ ISOൻ്റെ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ISO വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റി എൻഷുർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതുവഴി പല ഗുണങ്ങളുണ്ടാവും ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഈസ് പ്ലേസ്ഡ് അറ്റ് 42nd place among 53 countries surveyed in international competitive ranking in having total quality management. This means that though our country is industrially developing and getting strong, many companies are എന്താ പറയുക നോട്ട് ഓപ്റ്റിംഗ് ഫോർ ക്വാളിറ്റി സിസ്റ്റം സർട്ടിഫിക്കേഷൻ. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓൺ ISO ഷുഡ് ബി എൻകറേജ്ഡ് ആൻഡ് ഫണ്ടഡ് സോ ദാറ്റ് കമ്പനീസ് may benefit out of ISO certification. മനസ്സിലായല്ലോ? So okay, thank you.